Okay, good morning students. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ നെക്സ്റ്റ് മൊഡ്യൂൾ നോക്കാൻ പോകുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പഠിച്ചല്ലോ, വാട്ട് ഈസ് ബിസിനസ് എന്ന് പഠിച്ചു. ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ to carry out any business and achieve its objective of earning profit, it is required to bring together all the resources and put them into action in a systematic way and coordinate and control this property. The arrangement is known as business organization. എന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ബൈയിങ്ങോ സെല്ലിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സോ നടത്തുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അതിനെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ, ഒരു കൺട്രോളിൽ, ഒരു പ്രോപ്പർ വേയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഫോർമാറ്റിൽ അതിന് ഒരു പ്രോപ്പർ ഡീലിങ്ങിൽ, പ്രോപ്പർ വേയിൽ, പ്രോപ്പർ കൺട്രോളിങ്ങിൽ പോണ ഒരു വേ ഓഫ് പ്രോസസ്സാണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ നോക്കിയിട്ട് നെക്സ്റ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ മീനിങ് നോക്കി. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നോക്കുന്നത്. നമുക്ക് മെയിനായിട്ട് 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഉള്ളത്. ഓക്കെ, മെയിൻലി 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇങ്ങനെ 5 ടൈപ്പാണ്. ഫസ്റ്റ് വൺ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് കൊണ്ടുപോവുക, റൺ ചെയ്യുന്നതിനാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സിംഗിൾ ഓണർ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ എല്ലാ എന്താ പറയുക, ആ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ പിന്നെ പോസിറ്റീവ് വേലായാലും നെഗറ്റീവ് വേലായാലും എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അയാളായിരിക്കും. അങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനേഷൻ നോക്കിയാൽ, sole proprietorship forms of business organization refers to a business enterprise exclusively owned, managed and controlled by a single person. Okay, അത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അതിനാണ് എന്തെന്ന് പറയുന്നത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ റിസ്ക് ആർക്കായിരിക്കും? ആ പേഴ്സൺ ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ എന്തൊക്കെ പ്രത്യേകതകളായിരിക്കും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉണ്ടാവുക? സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു, സിംഗിൾ പേഴ്സൺ നടത്തുന്നതിനോട് സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. ദെൻ എന്താണ്? നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതേ പോയിന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓണർഷിപ്പും അതിൻ്റെ മാനേജ്മെൻറ്റും എന്ത് ചെയ്യേണ്ട? സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. വേറെ ആർക്കും അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ തന്നെ ആയിരിക്കും. ദെൻ ലെസ് ലീഗൽ ഫോർമാലിറ്റീസ് അല്ലേ? ലീഗൽ ഫോർമാലിറ്റീസ് പൊതുവേ കുറവായിരിക്കും. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്നതായതുകൊണ്ട് അയാളുടെ റിസ്ക് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പൊതുവേ എന്തായിരിക്കും? കുറവായിരിക്കും. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലേ? ഒരു വേറെ വ്യക്തിത്വമല്ല, അതായത് ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആയിരിക്കില്ല, രണ്ടും ഒന്നെന്നുള്ളൊരു രീതിക്കായിരിക്കും അയാൾ എന്ത് ചെയ്യുക? ആ ബിസിനസ്സിനെ കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ്? ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും അല്ലേ? റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ലയബിലിറ്റി ഷെയർ ചെയ്യാനും നമ്മൾ ഓണർഷിപ്പും മാനേജ്മെൻറ്റും പ്രോഫിറ്റ് ഒന്നും ഷെയർ ചെയ്യാത്തതുപോലെ നമ്മൾ റിസ്ക്കും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ലയബിലിറ്റി ഓൾറെഡി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ദെൻ 1 man and 1 control ആയിരിക്കും ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാവും? ഈസി ടു ഫോം ആൻഡ് വൈൻഡപ്പ് അല്ലേ? നമുക്ക് ഫോം ചെയ്യാനും വൈൻഡപ്പ് ചെയ്യാനും ഈസിയാണ്. കാരണം നമ്മൾ ഒരൊറ്റ ആൾ നടത്തുന്നതായതുകൊണ്ട് നമുക്ക് വേറെ ആരുടെടുത്തും അതിനുള്ള റെസ്പോൺസിബിലിറ്റിയോ ലയബിലിറ്റിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ തന്നെ വൈൻഡപ്പ് സമയത്ത് വൈൻഡപ്പ് ചെയ്യാനൊക്കെ എന്താ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ ക്വിക്ക് ഡിസിഷൻ ആൻഡ് പ്രോംപ്റ്റ് ആക്ഷൻ അല്ലേ? പെട്ടെന്ന് തീരുമാനം എടുക്കാനും ആക്ഷൻ എടുക്കാനും ഒക്കെ പറ്റും. കാരണം എന്താ? സിംഗിൾ ഓണറാണ്. ദെൻ ഡയറക്റ്റ് മോട്ടിവേഷൻ ആയിരിക്കാം. ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ ഉണ്ടായിരിക്കും. ദെൻ പേഴ്സണൽ ടച്ച് ഉണ്ടായിരിക്കും. മെയിൻ്റനൻസ് ഓഫ് ബിസിനസ് സീക്രട്സ് അല്ലേ? ബിസിനസ്സിനെ സംബന്ധിച്ച് എല്ലാ സീക്രട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം വേറെ ആരുടെ നമുക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അത്രയും മെറിറ്റ്സ് ആണുള്ളത്. അതിന് ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ഒരാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ അതിന് മെറിറ്റ്സ് ഉള്ള പോലെ തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കാം? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും അല്ലേ? അതേപോലെ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത വളരെ കുറവായിരിക്കാം. കാരണം റിസ്ക്കും എല്ലാം ഒരാൾ തന്നെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാൾക്ക് അത്രമാത്രം ക്യാപിറ്റൽ ഉള്ള ഒരാളായിരിക്കണം. ദെൻ എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെന്താ?
നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ അല്ലേ. വലിയ ലെവൽ ഓഫ് ഒരു സ്കെയിലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു സിംഗിൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ഒരു ഓണർഷിപ്പ് ബിസിനസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്തായിരിക്കും, റിസ്ക് ഉള്ളതായിരിക്കും. ദെൻ ലിമിറ്റഡ് മാനേജീരിയൽ എക്സ്പേർട്സ് ആയിരിക്കും. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കഴിഞ്ഞ നെക്സ്റ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ, മിനിമം 2 persons ആണ് ഉണ്ടാവുക. ഓക്കെ, മിനിമം 2 persons ആയിരിക്കും ഉണ്ടാവുക. 2 or more persons. ഓക്കെ, കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ്? ഫസ്റ്റ് വൺ എന്താണ്? 2 or more persons അല്ലേ. അതിൻ്റെ ഒരു മറ്റേത് സിംഗിൾ പ്രൊപ്പറേറ്ററിൽ നമ്മൾ പഠിച്ചു, പാർട്ട്ണർഷിപ്പിലാവുമ്പോൾ 2 or more persons ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ദെൻ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് അല്ലേ. നമ്മൾ ഇത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, 2 വ്യക്തികൾ തമ്മിൽ 2 വ്യക്തികൾ ആ മിനിമം ഒന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, അതിനൊരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ബിസിനസ്സിൽ വരുന്ന ലാഭത്തിനെ കുറിച്ചായാലും നഷ്ടത്തിനെ കുറിച്ചായാലും ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും ബിസിനസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കും പാർട്ട്നേഴ്സ് തമ്മിലുള്ളത്. ദെൻ ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ബിസിനസ്. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് ലോഫുൾ ബിസിനസ് അല്ലേ. ഒരു കുറച്ചുകൂടി ലോഫുൾ ആയിട്ടായിരിക്കും ബിസിനസ്സിനെ നമ്മൾ റൺ ചെയ്യുന്നത്. ദെൻ എന്താണ്, അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ദെൻ വോളണ്ടറി രജിസ്ട്രേഷൻ ആയിരിക്കാം. ഓക്കെ, അത്രയും ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ മെറിറ്റ്സ് നോക്കാം നമുക്ക്. എന്താണ്, ഈസി ടു ഫോം. പാർട്ട്ണർഷിപ്പ് ആയാലും നമുക്ക് ഫോം ചെയ്യാൻ ഈസിയാണ്. 2 or more persons, രണ്ടോ കുറച്ചധികമോ വ്യക്തികൾ ചേർന്നതായതുകൊണ്ട് തന്നെ ഫോം ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ അവൈലബിലിറ്റി ഓഫ് ലാർജ് റിസോഴ്സസ് ഉണ്ടായിരിക്കാം. ദെൻ ബെറ്റർ ഡിസിഷൻ അല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നതിലും നമുക്ക് ഷെയർ ചെയ്തിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബെറ്റർ ഡിസിഷൻ ഫെസിലിറ്റി ഉണ്ട്. ഫ്ലെക്സിബിൾ ആയിരിക്കാം. ദെൻ ഷെയറിങ് ഓഫ് റിസ്ക് ഉണ്ട്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ സീക്രസി ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് പോകുന്നത് അല്ലേ. ഇതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഓവറായിട്ടൊന്നും ഉള്ളതല്ല. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിരിക്കും. ഇത് രണ്ടിലും നമുക്ക് ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ എന്താണ്, ലിമിറ്റഡ് ക്യാപിറ്റൽ ആണ് പാർട്ട്ണർഷിപ്പിലായാലും ഉണ്ടായിരിക്കുക. ദെൻ നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദെൻ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ് അല്ലേ. തർക്കങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് അധികം ആളുകൾ തമ്മിലൊരു ബിസിനസ് നടത്തുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് എഗ്രിമെൻറ്റ് ബേസിലും കോൺട്രാക്ട് ബേസിലും ഒക്കെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിലുള്ളത്. ദെൻ എന്താണ് നോക്കാൻ പോകുന്നത് നമ്മൾ, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതൊന്ന് ഫസ്റ്റ് വൺ എന്താണ്, ബേസ്ഡ് ഓൺ ദ എക്സ്റ്റൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ. 2 വ്യക്തികളെ പാർട്ടിസിപ്പേഷൻ്റെ ബേസിൽ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപിക്കാം. പിന്നെ എന്തിൻ്റെ ബേസിൽ സ്ഥാപിക്കാം, 2 വ്യക്തികളെ പ്രോഫിറ്റിൻ്റെ ബേസിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് സ്ഥാപിക്കാം. ദെൻ ലയബിലിറ്റിയുടെ ബേസിൽ സ്ഥാപിക്കാം. പിന്നെന്താണ്, ബിഹേവിയർ ആൻഡ് കണ്ടക്ട് ഓഫ് എക്സിബിറ്റഡ്, അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പിനെ ഫോം ചെയ്യാം. അപ്പം അത്രയും ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പാണ് ഇതിൽ നമുക്കുള്ളത്. നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമ്മൾ പറഞ്ഞല്ലോ, പാർട്ട്ണർഷിപ്പ് സ്ഥാപിക്കുമ്പോൾ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. ആ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ആ എഗ്രിമെൻറ്റിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തായിരിക്കും, ആ ഡീഡിൽ എന്താ അവർ ഷെയർ ചെയ്യുക, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലോസോ അതിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതിൽ നമുക്ക് കുറേ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നെയിം ഓഫ് ദ ഫേം ഉണ്ടായിരിക്കണം, നാച്ചർ ഓഫ് ബിസിനസ് എന്താണ് ചെയ്യുന്നതെന്ന് കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ ബിസിനസ് ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, ദെൻ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കണം, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം,
പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്, സാലറീസ് ഓഫ് പാർട്ട്നേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ്, പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ, പ്രൊസീജിയർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇത്രയും കാര്യങ്ങളുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്ത്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, അതായത് JHF എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, it is a business, is a form of business organization run by Hindu undivided family where the family members of 3 successive generation owned the business jointly. അതായത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതായത് എന്താ പറയുക, ഒരു 3 സക്സസീവ്